കൊല്ലം വിസ്മയ കേസ് പ്രതി കിരണിനും പരോൾ ലഭിച്ചിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് പരോൾ അനുവദിച്ചത്. മോട്ടോർ വാഹന വകുപ്പിലെ ഓഫീസറായിരുന്ന കിരൺ ഭാര്യയെ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ പീഡിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 2019 മെയ് 31-ന് ആയുർവേദ ഡോക്ടറായിരുന്ന വിസ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാജിദ് അജ്മൽ തന്നെ വിവരങ്ങൾ നൽകും. സാജിദ, കിരൺ എങ്ങനെയാണ് പരോൾ ലഭിച്ചത്? അത് കൊടിസുനിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണോ കിരണിന്റെ കാര്യത്തിലും സംഭവിച്ചത്? ദിവ്യ, കൊല്ലത്ത് ആയുർവേദ ഡോക്ടറായിരുന്ന വിസ്മയുടെ മരണം കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺ എന്ന വ്യക്തിയാണ് സ്വന്തം ഭാര്യയെ സ്ത്രീധനം കുറഞ്ഞു എന്ന പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. നിരന്തരം ഈ പീഡനത്തെ തുടർന്നാണ് ആയുർവേദ ഡോക്ടറായ വിസ്മയ ആത്മഹത്യ ചെയ്യുന്നത്. തുടർന്ന് ഈ കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കിരണ് സർവീസിൽ നിന്ന് സർക്കാർ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പോലീസ് റിപ്പോർട്ട് കൂടി മറികടന്നുകൊണ്ടാണ് ഈ ജയിൽ DGP പരോൾ അനുവദിച്ചിരിക്കുന്നത്. 1 മാസത്തെ പരോളാണ് ഈ കിരണിനും അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കൊടിസുനിയും അതുപോലെ തന്നെ കിരണിനും പരോൾ നൽകിയിരിക്കുന്നു. ഇതിൽ പോലീസിന്റെ റിപ്പോർട്ട് ഈ കാര്യമായി ജയിൽ DGP പരിഗണിച്ചിട്ടില്ല എന്ന ഒരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. യെസ്, പോലീസ് റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ജയിൽ DGPയുടെ തീരുമാനം. അത് കൊടിസുനിയുടെ കാര്യത്തിൽ മാത്രമല്ല, കൊല്ലം വിസ്മയ കേസ് പ്രതി കിരണിന്റെ കാര്യത്തിലും അതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കിരണിനും പരോൾ അനുവദിച്ചിരിക്കുകയാണ് ജയിൽ വകുപ്പ്. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.